എന്തുകൊണ്ടാണ് ടെൻഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നത്? നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എനിക്ക് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ കഴിയുമോ, എനിക്ക് അതിന് ഉത്തരം ആ 1 മിനിറ്റ് സമയം കൊണ്ട് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പലരുടെയും ടെൻഷൻ. ഫിസിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്സ് എക്സാം ഫേസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഉണ്ടാവുന്ന ആ പ്രഷർ മറികടക്കാനുള്ള ഒരു മാർഗം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ പോർഷനിലും കൃത്യമായി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററും ഒരേ രീതിയിലല്ല പഠിക്കേണ്ടത്. മോഡേൺ ഫിസിക്സ് പോലെയുള്ള അല്ലെങ്കിൽ സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് പോലെയുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾ കൃത്യമായി NCERT ടെക്സ്റ്റ് ബുക്കിന്റെ അതിന്റെ തിയറി കണ്ടന്റിൽ കൃത്യമായ നോളജ് ഉണ്ടായിരിക്കണം. നേരെ മറിച്ചിട്ട് റേ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ, കറണ്ട് ഇലക്ട്രിസിറ്റി പോലെയുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾ കൂടുതൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ഓരോ ചാപ്റ്ററും പഠിക്കേണ്ട രീതിക്കനുസരിച്ച് കൃത്യമായി അത് പഠിക്കുക എന്നുള്ളതാണ് ഈ പ്രഷർ അല്ലെങ്കിൽ ടെൻഷൻ ഒഴിവാക്കാനുള്ള ഒരു മാർഗം. നിങ്ങൾക്ക് ഫിസിക്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നീറ്റിന് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ മറികടക്കാനുള്ളൊരു മാർഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ അടക്കമുള്ള നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ചാപ്റ്ററിന്റെ വലിപ്പം അനുസരിച്ച് 100 200 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും അതേസമയം ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ടെൻഷന് അല്ലെങ്കിൽ പ്രഷറിന് ഒരു പരിധിവരെ അയവ് വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ടെൻഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നത്? നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എനിക്ക് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ കഴിയുമോ, എനിക്ക് അതിന് ഉത്തരം ആ 1 മിനിറ്റ് സമയം കൊണ്ട് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പലരുടെയും ടെൻഷൻ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നീറ്റ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ലോജിക് ആൻഡ് റീസണിങ് വെച്ചിട്ടായിരിക്കില്ല. ഒരുപക്ഷെ വെറും ലോജിക് ആൻഡ് റീസണിങ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങളെ സഹായിക്കുന്നത് അതേ മോഡൽ ക്വസ്റ്റ്യൻസ് മുമ്പ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രാക്ടീസും നിങ്ങളുടെ പരിചയ സമ്പത്തുമാണ്. അതായത് നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ മിക്കവാറും നിങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനുകളിലെ 90% ക്വസ്റ്റ്യൻസും നിങ്ങൾ നേരത്തെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത അതേ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് വളരെയധികം സാമ്യമുള്ള ചോദ്യങ്ങളോ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ടെൻഷൻ മാറ്റിവെക്കുക. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്തോളം നീറ്റ് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത അതേ ചോദ്യങ്ങളോ അതിനോട് സാമ്യമായ ചോദ്യങ്ങളോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടെൻഷൻ വരികയാണെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങൾ പ്രഷർ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ, ഡു മോർ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്, റീഡ് NCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പ്രാക്ടീസ് ദ സോൾവ്ഡ് എക്സാമ്പിൾസ്, പ്രാക്ടീസ് പ്രോബ്ലംസ്, ലേൺ ഗ്രാഫ്സ്. ഇങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മോഡലുകൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഈ സമ്മർദ്ദം ഇല്ലാതാവുന്നതും നിങ്ങൾക്ക് വളരെ ശാന്തമായ മനസ്സോട് കൂടിയിട്ട് എക്സാം എഴുതാൻ സാധിക്കുമെന്ന് കാണാൻ സാധിക്കും.